എന്നോ എന്താ നീ ഇങ്ങനെ ടെൻഷൻ ആയിട്ട് നിൽക്കുന്നേ? മോൻ കാണുമ്പോ എനക്ക് ബേജാറാകുന്നല്ലോ. ഒന്ന് ഹാപ്പി ആയി. ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി. പിന്നോ പോവല്ലേ? എന്നാ എനിക്കാവുന്ന ആ ഓക്കെ. അപ്പോൾ മഹാലക്ഷ്മി മാഡം 10 മണിക്ക് വരുമെന്ന് പറഞ്ഞേ. 10:30 ആയി. പോയി നോക്കാം അല്ലേ? സ്കാനിങ് നാളെ കഴിഞ്ഞല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുതല്ലോ. സമയമൊക്കെ ഡേറ്റൊക്കെ അടുത്ത് നിൽക്കുന്ന സമയമല്ലേ. എന്തുണ്ടെങ്കിലും ചെല്ലാൻ പറഞ്ഞിക്കല്ലോ. പോയി നോക്കാം. ആ അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ പറയാൻ പോകേണ്ട സീനൊന്നും ഇല്ലേനു അല്ലേ? എന്നാലും ഭയങ്കര ഒരു ക്ഷീണം. ഇന്ന് രാവിലെ നമ്മളേക്ക് റെഡി ആവുമെന്ന് വിചാരിച്ച് റെഡി ആയിക്കില്ല. ഇപ്പോൾ എന്താണെന്നുള്ള ചിലപ്പോൾ ഒരു ട്രിപ്പ് കാറ്റിയിട്ട് വിടുമായിരിക്കും, ഇല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുക, ഒന്നും അറിയില്ല. അപ്പോൾ ഉമ്മ നാട്ടിൽ പോയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 1 മണിയാകുമ്പോൾ എത്തും അല്ലേ? ബസ്സിലാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക നോക്കാൻ പറ്റി. എന്തെങ്കിലും ഡ്രസ്സോ പാത്രങ്ങളോ എന്തെങ്കിലും എടുക്കണം ഇപ്പോൾ? ആ മതിയില്ല, നമ്മുടെ അടുത്ത് തന്നെ അല്ലേ? വിഷയമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അഡ്മിറ്റ് ആയാലും അത്ഭുതപ്പെടാനില്ല, കാരണം ഏകദേശം സമയമൊക്കെ ആയിക്കില്ല. ഇനി മാക്സിമം പിന്നെ പറഞ്ഞതാ എപ്പോൾ 30-ആം തീയതി 27-ആം തീയതി ആണല്ലേ ഡേറ്റ് പറയുന്നത്. നാളെയാണ് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് പറയുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സമയം പോക്കണ്ട പോരെ. ഫയലിൻ്റെ അകത്ത് സ്കാനിങ്ങിൻ്റെ ഇല്ലായിരുന്നോ? നോക്കി വെക്കല്ലേ. പിന്നെ ഉണ്ട് ഗ്രോത്ത് സ്കാനും ഡോപ്ലറും 27/12. ഓക്കെ. അയൺ കുടിക്കല്ലേ? അത് നമുക്ക് ഓ അതിൻ്റെ പേരൻകറിയില്ല ലിവോജ്. അതൊന്ന് ആടുന്ന് വാങ്ങാടാ. ഇപ്പം വായിൽ എന്തായാലും പൂട്ടി ഇറങ്ങിയില്ല. ഇനി തുറന്ന് കാരണ്ട. ചാവി ബാഗിൽ വെച്ച് പോവല്ല. വിഷയമൊന്നുമില്ലല്ലോ? ഇരിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കുറച്ചുകൂടി സീറ്റ് ഇങ്ങനെ മടക്കണം. അത് വേണ്ടാലോ? ഓക്കെ. എങ്ങനെ മെല്ലെ പോയാലും കൊണ്ടും കൊയ്യോ, അതാ മനുഷ്യന് ബേജാറ്. എന്നോ എന്താ നീ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നേ? മോൻ കാണുമ്പോ എനക്ക് ബേജാറാകുന്നല്ലോ. ഒന്ന് ഹാപ്പി ആയിരുന്നൊരു പാട്ട് പാടിയേ. ഇഞ്ചോടി ഞാനില്ലേ ഇനി ടെൻഷൻ അടിക്കുന്നേ? ഇഞ്ചി കൈ ഒന്നോട്ടെ. ഇനിയിപ്പോൾ അങ്ങ് അഡ്മിറ്റ് ആക്കുകയാണെങ്കിലോ നമ്മൾ സന്തോഷിക്കുമല്ലോ വേണ്ടി. നമ്മൾ ഇത്രയും നേരം ഇത്രയും മാസം കാത്ത് നമ്മളെ ബേബീനെ കാണാൻ പോവാന്നുള്ള അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇല്ലെങ്കിൽ നമുക്ക് വേഗം ഡോക്ടറെ കാണിച്ചിട്ട് വേഗം എത്തി ക്യാൻറ്റീന്ന് ചോറും വാങ്ങി അങ്ങ് പോവാം. ഉമ്മ ഇപ്പം വരൂലേ? അല്ലേ? അമ്മാടൊന്നും പറഞ്ഞില്ല. ഇപ്പം വണ്ടിയിൽ നിന്ന് ബേജാറാണ്ടാലോ. എത്തിയിട്ട് പറയാൻ വെച്ചിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലടോ. അതൊക്കെ ഓരോ ചെറിയ നമുക്ക് ഓരോ പേടി കൊണ്ട് ഇങ്ങനെ ഓരോ സംശയം തോന്നുകയാണ് എന്തെങ്കിലുണ്ടോ അങ്ങനെയൊക്കെ. എന്തായാലും ഒരാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടല്ല ചിലപ്പോൾ ഡെലിവറി ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാവില്ല നാളെ തന്നെ ഉണ്ടാവും, ഒന്നും നമുക്ക് പ്രശ്നമില്ല. എന്താ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കേ, ടെൻഷൻ അടിക്കരുത് കേട്ടാ. ഒരു പേടിയും വേണ്ട. നമ്മളൊപ്പരയില്ല. എന്തുണ്ടെങ്കിലും കാക്കോന്നൊന്ന് വിളിച്ചാൽ മതി. മറ്റേ ലേബർ റൂമിൻ്റെ ഉള്ളിൽ ഞാനങ്ങ് വരും. ഞാനൊരു പർദ്ദയും കൊടുക്കാനില്ലേ, പർദ്ദയിട്ടങ്ങ് ആരേനും നൈറ്റ് ഇട്ടാ താടി അങ്ങനെ മറക്കും. പർദ്ദയാണ് ഹിജാബ് ഇട്ടാ പോയി. ഞങ്ങൾ പോട്ടെ. ഓക്ക് ഭയങ്കര ടെൻഷൻ. സാരമില്ല, ഞാനൊരു പാട്ട് പാടിത്തട്ടെ എനിക്ക്? ഇറങ്ങിക്കോ. ഭയങ്കര പെയിൻ, അങ്ങനെ അർജൻറ്റ് സംഭവം അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പം വണ്ടിയിലിരുന്ന് കഥ പറയുന്നത് എന്താണ്, അത്രയും എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അല്ല. ഡോക്ടറെ കണ്ടതിന് ശേഷം അതെ എന്നുള്ളതിനെക്കാട്ട് ചെറിയൊരു അബ്നോർമൽ പോലെ ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഓടി ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് എത്തേണ്ട സീനൊന്നുമല്ല കേട്ടോ. അതാണ് ഇങ്ങനെ സംസാരിക്കുക ഓളൊന്ന് കൂളാക്കാൻ ശ്രമിക്കുന്നതൊക്കെ. ഇൻഷാല്ല ഇനി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്നാ പറയുന്നത് നമുക്ക് നോക്കാം. സ്കാനിങ് ആപ്പ് ഇന്നെടുക്കാൻ പറയുമായിരിക്കും ഇൻഷാല്ല. എന്നാ അറിയിക്കാം മോളെ. എല്ലാം ഓക്കെയാണ്. അപ്പം നമുക്ക് 29-ആം തീയതി അഡ്മിറ്റ് ആക്കിയിട്ട് 30-ആം തീയതിക്ക് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഓക്കെ. അപ്പം അതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി. ഓക്കെ പോവല്ലേ? അവിടെ കസേരയുണ്ട്.
ഓക്കെ, താങ്ക് യു. പിന്നെ എന്താണ് സന്തോഷായ? ആ, എന്തിനാ പേടി? ഫസ്റ്റ് ഡെലിവറിൻ്റെ ഒരു പേടി ഉണ്ടാവും, പക്ഷെ ആ പ്രശ്നമൊന്നും ഇല്ലടാ. നമ്മൾ ഇത്രയും മാസങ്ങളായി കാത്തു നിന്ന് നമ്മളെ ബേബി വരാൻ പോവല്ലേ, അപ്പം അതിൻ്റെ സന്തോഷമല്ലേ വേണ്ടേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, 30-ാം തീയതി. അപ്പോൾ ചെറിയ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു പെയിനില്ലേ, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ചെറിയൊരു ശ്വാസം മുട്ട് പോലെയൊക്കെ ഇവക്ക് ഉള്ളതുകൊണ്ട് ഇനി അധികം ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഞാൻ നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലേ, ഭയങ്കര ഒരു ഡേറ്റ് ഇങ്ങ് പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങ് വരും അല്ലേ? അപ്പോൾ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ, നല്ല ഹാപ്പി. നിങ്ങളെല്ലാവരും ഒന്നോളം ഒന്ന് ഉപദേശിക്കട്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം ഒന്ന് വന്ന് പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും പല തീർച്ചയായും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. വീഡിയോ കാണുന്ന ഓരോ ആളുകളും പ്രാർത്ഥിക്കണം. ഞങ്ങളെ പിന്നെ ബേബി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലൊരാളും കൂടെ വരികയല്ലേ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, കൂടെ നിൽക്കണം. ഇൻഷാ അല്ലാഹ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മളെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ 29-ന് രാവിലെയാണ് നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞല്ലേ? അപ്പോൾ ECG-യോ പിന്നെ ലാബിൽ നിന്ന് എന്തോ ടെസ്റ്റുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഇപ്പം ചെയ്യണേനോ? അന്ന് മതിയോ? 29 എപ്പായാലും മതി, അന്ന് സമയമില്ലെങ്കിലേ. 29-ന് അഡ്മിറ്റ് എന്ന് പറഞ്ഞതേ ഇവിടെ പിന്നെ ലേബർ റൂമിലേക്ക് കാറ്റ് അല്ല കേട്ടോ ചെയ്യാ, ഇവിടെ റൂം എടുത്തിട്ട് അഡ്മിറ്റ് ആലായിരിക്കും ഹോസ്പിറ്റലിൽ തന്നെ. റൂമിന്ന് രാവിലെ ആയിരിക്കും. റൂം കിട്ടിയാൽ മതിയേനല്ലേ? അയ്യാ ടെൻഷനില്ലാടാ, വാടാറ്റാണെങ്കിലും മുന്നോന് ബുദ്ധിമുട്ടാവും. കാരണം ഒക്കെ വാദ്യയുള്ള പേടിയാ, വാട കയറുതെ. നമുക്ക് റൂം തന്നെ വേണേ നമ്മൾ പറഞ്ഞിക്കാടാ. അവൈലബിലിറ്റി പോലെയാണ് കിട്ടുക, ഒഴിവുണ്ടെങ്കിലേ കിട്ടുക, അതാ ഒരു ടെൻഷൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടാകട്ടല്ലേ? ഏത് 28-നാക്കണല്ലേ? 29 രാവിലെ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യടോ. അന്ന് ലേറ്റ് ആയി പോവാറുതല്ലേ? അല്ല അഡ്മിറ്റ് അന്ന് തന്നെ ആവണം, അതില്ലേ വാർഡ് അഡ്മിഷൻ പറഞ്ഞ ഡേറ്റിന് തന്നെ ഇവിടെ വരണം. റൂമുണ്ടോ ഇല്ല ഒന്നും ചോദ്യമില്ല, അന്നിവിടെ അഡ്മിറ്റ് ആവാനാ ഡോക്ടർ പറഞ്ഞേ. നമുക്ക് പോവല്ലേ? ഉമ്മ ഇത് എത്താനായിട്ടോ, ഉമ്മ അങ്കമാലി കഴിഞ്ഞെന്നാ പറഞ്ഞേ. ഇപ്പോൾ എത്താനായി. ഉമ്മാക്ക് നല്ല പാർസൽ ബിരിയാണി ഒക്കെ വാങ്ങിക്ക്. ഞാളും ഇരണ്ട് ബിരിയാണി കഴിച്ച്. വാപ്പാസിലെ ബിരിയാണി അവളെ വാപ്പാസ് ഇന്ന് ബിരിയാണി എന്താണെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. വാപ്പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ഹോട്ടല്. ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ വന്നാല് ബിരിയാണി ഒക്കെ ഏറ്റവും ഇഷ്ടം വാപ്പാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് നമ്മളെ സബൈൻ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ. അവിടുത്തെ ബിരിയാണി സൂപ്പർ ആട്ടോ, രക്ഷയില്ലാത്ത ബിരിയാണി. അതെ, കോഴിക്കോട് സ്റ്റൈലിലുള്ള ബിരിയാണി. ആ ബിരിയാണി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ കഴിച്ച്. ഇനി ഉമ്മാക്കും പാർസൽ വാങ്ങിക്ക്. എന്നാ പോവാ മോളെ? ഇൻഷാ അല്ലാഹ് നമുക്കിനി ഉമ്മ വന്നിട്ട് റൂമിലെത്തിയിട്ട് കാണാം. ഞങ്ങൾ പോട്ടെ. ഉമ്മ അവിടെ വന്നിട്ട് വിളിച്ചില്ല കേട്ടോ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ വീണ്ടും ഉമ്മ പോയി വന്നു. അഡ്മിഷൻ എല്ലാം കൂടി ഇട്ടാലോ? ഇല്ല, അതിൽ ഓൾറെഡി ഇന്ന് കിട്ടിയതൊക്കെ ഫയലിട്ടേക്ക്. ആദ്യമുള്ള എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. ചോറ് തന്നാ വർത്താനം. പിന്നെ 3 മണിയായി. 12 മണിക്ക് എത്തേണ്ട വണ്ടിയല്ലേ? എന്താ മിന്നുവിന്റെ ചെലവാ ഇന്ന്? ഇല്ല, നല്ല ബിരിയാണി കഴിച്ചെന്നാ വേഗം.
രാവിലെ 6 മണിക്കാറ്റം ബസ് കയറി എന്ന് കുഴങ്ങി വന്നതാണ് കേട്ടോ. മിന്നുവിൻ്റെ ഉമ്മ നല്ല ഉഷാറിലൊരു കട്ടൻ ചായ കൊടുത്തൊന്ന് ഉണർവേകാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പഞ്ചാര ഒരു മണിയില്ല. എല്ലാം കൂടെ എന്തെല്ലോ ആക്കിയിട്ട് ഒരു സ്പൂണ് കഷ്ടിച്ച് കിട്ടിയേക്ക്. ഒന്നുകൂടി ഒന്ന് പഠിച്ച് നോക്കിയതിന് ലേശം കൂടി കിട്ടുമോ നോക്കുക, പക്ഷേ രക്ഷയില്ല, അതിലിനി ഇല്ല. അന്നേരം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഉമ്മാക്ക് ഷുഗർ ഉള്ളതാണല്ലോ, അത്രക്കാരം പഞ്ചാര മാണ്ടാലോ, അതുകൊണ്ട് കഴിച്ചിലായതാണ് കേട്ടോ. കല്യാണം കഴിക്കുമ്പോൾ ലേശം ഷുഗറുള്ള അമ്മായിയമ്മമാരെ നോക്കി സെലക്ട് ചെയ്ത് കെട്ടിയാൽ ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. ചായയിൽ ലേശം മധുരം കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അഡ്ജസ്റ്റ് അങ്ങ് ആയിപ്പോവും കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ ഒരു സ്പൂണ് കിട്ടിയല്ലോ ഹൈറ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കട്ടൻ ചായ മെല്ലെ ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുകയാണേ. ജ്യൂസിലിടുക പഞ്ചാര കുറവാ, എനിക്ക് കുറച്ച് പഞ്ചാര പോരെ ഒന്ന് പഠിക്കുവാനുണ്ട്. ഓറഞ്ച് ജ്യൂസില് ഒരു സ്പൂണ് പഞ്ചാരേ ഉള്ളൂ, മതിയാവോ? ഉമ്മ നാട്ടിൽ പോയിട്ട് മിന്നുവിന് നല്ല സുഖമായി, നല്ല നെയ്വട. ഇത് നാടൻ ഉണ്ടാക്കിയതാ? എവിടുന്ന്? നെയ്വട ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാ നാട്ടിലുണ്ടോ ഇത്? ഇനെന്താ നിങ്ങളെ നാട്ടിൽ പറയാം? നെയ്വട ഒന്നും അല്ലേ വേറെന്തെങ്കിലോ അന്ന് പറയട്ടോ. അടുത്തതായിട്ട് ശാസ്ത്രീയമായിട്ട് നെയ്വട എങ്ങനെയാണ് കഴിക്കാന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നെയ്വട ഇങ്ങനെ എടുക്കുക, അതിനുശേഷം എനിക്ക് വയറിളക്കം പിടിക്കുക ഇതൊന്നും ഇതിട്ടാല്. മധുരം പാകത്തിനല്ലേ? ഓവർ മധുരമായ രസം ഉണ്ടാവില്ല. ഉറുമ്പ് വരും കേട്ടോ, അവിടെ നിന്ന് തൊയ്ക്കണ്ടേ. സൂപ്പറായിക്കോ. നെയ്യോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഫാറ്റാണ്, തടി കൂടും. കുറച്ചേ തിന്നുള്ളൂ കേട്ടോ, ഉള്ളെല്ലാം ഇനി തിന്ന് തടി കൂടുവാന്നൊന്നും പറയണ്ട. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം തിന്നിയാ, ഇനി ഞാൻ തിന്നൂല.